കാർക്ക് വിയർപ്പിന്റെ വില അറിയാമോ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും മരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ വീണ തായ്ക്കണ്ടിയലിന് കൊച്ചിയിലെ സ്വകാര്യ വ്യവസായ സ്ഥാപനമായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡിൽ നിന്നും അനധികൃതമായ 1.72 കോടി രൂപ നൽകി എന്ന ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ വിധിയെ മുഖ്യമന്ത്രിക്കും മരാമത്ത് മന്ത്രിക്കും എതിരായ ശക്തമായ ആയുധമായി ഉയർത്തിയ കോൺഗ്രസ് യുവനേതാവും അഭിഭാഷകനുമായ മാത്യു കുഴൽനാടൻ തനിക്കെതിരെ CPM ഉന്നയിച്ച നികുതി വെട്ടിപ്പ് ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ ചോദിച്ച ഒരു ചോദ്യം സമകാലീന രാഷ്ട്രീയത്തിലെ ഏത് നേതാവിനോടാണ് ചോദിച്ചുകൂടാത്തത്? ഇവരിൽ ആർക്കാണ്, എത്ര പേർക്കാണ് വിയർപ്പിന്റെ വില അറിയുന്നത്? പൊതുജീവിതത്തിൽ എത്തിയപ്പോൾ മിക്കവാറും ദരിദ്രരായിരുന്ന ഇവരെല്ലാം ഇന്ന് അനുഭവിക്കുന്ന സമ്പന്നതയുടെ വരുമാന സ്രോതസ് എന്താണ്? ജീവിക്കുന്ന കൊട്ടാര സദൃശ്യമായ വീടുകൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ധരിക്കുന്ന വസ്ത്രങ്ങൾ, വിധേയമാകുന്ന ചികിത്സകൾ, എന്തിന് ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ വരെ കാണിച്ചു തരുന്നത് ലാളിത്യമാണോ? പൊതുപണം പല വിധത്തിൽ സ്വന്തമാക്കുന്നതിന്റെ എത്രയോ രീതികളാണ് ഇന്ന് നിലവിലുള്ളത്. ഭരിക്കുന്നവർക്കും സ്വന്തക്കാർക്കും പ്രയോജനം കിട്ടത്തക്ക വിധത്തിൽ എന്തെല്ലാം നടപടികളാണ് സമൂഹത്തിൽ ഉള്ളത്? ജനപ്രതിനിധികളുടെ നിയമപരമായ ആനുകൂല്യങ്ങൾ തന്നെ എത്ര കമനീയമാക്കി. വമ്പൻ ശമ്പളം, പെൻഷൻ, മെഡിക്കൽ ആനുകൂല്യങ്ങൾ. ഒരിക്കൽ MLA ആയാൽ പിന്നെ മരണം വരെ ലക്ഷങ്ങളാണ് മെഡിക്കൽ സഹായമായി കിട്ടുന്നത്. കോടികൾ മെഡിക്കൽ ചിലവുകൾക്കായി വാങ്ങിയവരുണ്ട്. ചിലർ വിദേശ ചികിത്സകൾക്ക് പോലും കോടിക്കണക്കിന് രൂപയുടെ പൊതുപണം ഉപയോഗിക്കുന്നു. അടുത്ത കാലത്ത് ഒരു മുൻ സ്പീക്കർ വിദേശ ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചോദിച്ച കഥ വാർത്തയായിരുന്നല്ലോ. കടം വാങ്ങിയും പൊടി പൊടിക്കുകയാണ്. അതുപോലും സാധിക്കാത്ത നിലയായി. പണ്ട് ഒരു ഇടതുപക്ഷ സർക്കാർ ഭരണം വിട്ടപ്പോൾ വിമാന ടിക്കറ്റ് പോലും കടം കിട്ടാത്ത നിലയിലായിരുന്നു കേരളം. അധികാരത്തിൽ ഇരിക്കുന്നവരുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാൽ എത്ര ലക്ഷവും കൊടുക്കാം. ഓണക്കിറ്റ് കൊടുക്കുവാൻ, KSRTCയിൽ ശമ്പളം കൊടുക്കുവാൻ പണമില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ നെല്ല് വാങ്ങി കുത്തി വിറ്റ് അരിയാക്കി 1 വർഷം കഴിഞ്ഞിട്ടും പണം കൊടുക്കാനാവാത്തത് വിയർപ്പിന്റെ വില അറിയാത്തത് കൊണ്ടല്ലേ? ജനപ്രതിനിധികൾക്കും മാത്രമല്ല മന്ത്രിമാരുടെ ആശ്രിതർക്കും പെൻഷൻ അടക്കമുള്ള സൗകര്യങ്ങൾ, പദവികൾ, ഓരോരുത്തർക്കും വെറുതെ പോലും പൊതുപണം ഉപയോഗിച്ച് സുഖിക്കുന്നതിനുള്ള നിയമനങ്ങൾ. അവർ സമൂഹത്തിന് കൊടുക്കുന്ന സേവനം എന്തെന്നതിന് ഒരു കണക്കുമില്ല, കണക്കെടുപ്പുമില്ല. തട്ടിപ്പുകളിലൂടെ ബിരുദങ്ങളടക്കം എന്തും നേടാം എന്ന നില. ഇങ്ങനെ നിയമനം നേടുന്നവർ തങ്ങളെ തങ്ങളാക്കിയവരോട് മാത്രം വിശ്വസ്തത പുലർത്തുമ്പോൾ നീതിയും ന്യായവും ഒക്കെ പാർശ്വവൽക്കരിക്കപ്പെടുന്നു. പ്രളയക്കെടുതിക്ക് സഹായിക്കുന്നതിന് ജനം കൊടുത്ത ഉദാരമായ സഹായത്തിൽ നിന്നും ലക്ഷങ്ങൾ അകാലത്ത് പൊലിഞ്ഞ ഒരു നേതാവിന്റെ മക്കളുടെ സഹായത്തിനും, മറ്റൊരു MLAയുടെ കടങ്ങൾ വീട്ടുന്നതിനും, വേറൊരു നേതാവിന്റെ അപകടത്തിൽപ്പെട്ട് മരിച്ച ഗൺമാന് പ്രത്യേക സഹായം കൊടുക്കുന്നതിനും ചെലവാക്കിയത് അഴിമതിയാണോ എന്ന് അന്വേഷിക്കുവാൻ പോലും തങ്ങൾക്ക് അധികാരമുണ്ടോ എന്ന് അഴിമതി നിവാരണത്തിനായി ജനങ്ങളുടെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകായുക്തയ്ക്ക് പോലും സംശയമാണ്. ഓരോ 5 വർഷവും നടക്കുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് സമർപ്പിക്കുന്ന സമ്പത്ത് രേഖകളിൽ ഓരോ നേതാവിനും എങ്ങനെ ഇത്രയും വലിയ വർധനവ് ഉണ്ടാകുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്ന രേഖകളിൽ പോലും കൃത്രിമം നടക്കുന്നു എന്ന സംശയമല്ലേ വീണയുടെ ഒരു വരുമാനം സംബന്ധിച്ച കഥ പുറത്തു വന്നതോടെ സമൂഹത്തിൽ പടരുന്നത്? ഇവരെല്ലാം പൊതുജീവിതത്തിലെ സംശുദ്ധിയെക്കുറിച്ചും തങ്ങളുടെ പുരളാത്ത കരങ്ങളെക്കുറിച്ചും എല്ലാം വാതോരാതെ ജനങ്ങളോട് പറയുന്നു. അവരുടെ പാണന്മാർ അതെല്ലാം ഏറ്റുപാടി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു. കൊച്ചിയിലെ വ്യവസായ സ്ഥാപനമായ CMRL മുഖ്യമന്ത്രിയുടെ മകളും മരാമത്ത് മന്ത്രിയുടെ ഭാര്യയുമായ വീണയ്ക്ക് മാത്രമല്ല നിയമവിരുദ്ധമായ സഹായം നൽകിയിരിക്കുന്നത് എന്നതാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിലെ മിക്കവാറും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും വരെ ആ സ്ഥാപനത്തിൽ നിന്നും പണം വാങ്ങിയതായി സൂചനയുണ്ട്. അതുകൊണ്ട് വീണയ്ക്കെതിരെ ഉണ്ടായ കണ്ടെത്തലിനെ വലിയ വിവാദമാക്കുവാൻ പ്രതിപക്ഷത്തിനും കഴിയാതെ വന്നു. CPMന്റെ പ്രമുഖനായ നേതാവ് AK ബാലൻ തന്നെ ഇക്കാര്യം തുറന്നടിച്ചു. വിഷയം അടിയന്തര പ്രമേയമായി സഭയിൽ കൊണ്ടുവന്നാൽ മുഖ്യമന്ത്രി CMRLന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചവരുടെ എല്ലാം ലിസ്റ്റ് ഓരോന്നോരോന്നായി പറയും എന്ന ഭയം കൊണ്ടാണ് അവർ വിഷയം സഭയിൽ ഉന്നയിക്കാതെ പോയത്. ഈ ബന്ധനം മനസ്സിലാക്കാതെ കുഴൽനാടൻ ആ ഭൂതത്തെ നിയമസഭയിൽ കുടം തുറന്നു വിട്ടു.
സ്പീക്കർ കുടത്തിന്റെ വായടയ്ക്കുവാൻ നോക്കി, എങ്കിലും പുറത്തു ചാടിയ ഭൂതം വിഹാരം തുടങ്ങി. ഭൂതത്തെ കുടം തുറന്നുവിട്ട കുഴൽനാടനായി എല്ലാവരുടെയും ലക്ഷ്യം. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ മുഴുവൻ അന്വേഷിച്ച CPM ചിന്നക്കനാലിൽ അദ്ദേഹം വാങ്ങിച്ച റിസോർട്ടിന്റെയും മറ്റും കഥകളുമായി അദ്ദേഹത്തിനെതിരെ കടന്നാക്രമണം നടത്തുകയാണ്. സ്വന്തം പാർട്ടിക്കാർ പോലും കുഴൽനാടിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കുന്നില്ല. ജനാധിപത്യ മുന്നണിയുടെ വൻതോക്കായ കുഞ്ഞാലിക്കുട്ടിയും CMRL കർത്തയും തമ്മിലുള്ള ബന്ധം പണ്ടേ പാട്ടാണ്. കരിമണൽ കർത്ത എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന് അത്ര സ്വാധീനമാണ് എല്ലാ നേതാക്കളുടെ പക്കലും. 95 കോടി രൂപ ഇവർക്കെല്ലാമായി അദ്ദേഹം കൊടുത്തതായാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. അത്രയും ചിലവാക്കിയ അദ്ദേഹം അതിന്റെ എത്രയോ ഇരട്ടി കരിമണലിൽ നിന്നും ഊറ്റിയെടുത്തിട്ടുണ്ടായിരിക്കും. 1989 സ്ഥാപിതമായ കയറ്റുമതി ലക്ഷ്യം വെച്ചുള്ള കമ്പനിയാണ് CMRL. 1993 അത് വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. തെക്കൻ കേരളത്തിലെ തീരത്തു നിന്നും കുഴിച്ചെടുക്കുന്ന കരിമണലാണ് ഈ കമ്പനിയുടെ അസംസ്കൃത വസ്തു. എടയാർ വ്യവസായ മേഖലയിലാണ് ഇവരുടെ ഫാക്ടറി. 2013 മുതൽ 2020 വരെ കമ്പനിക്ക് 135 കോടി രൂപയുടെ വരുമാനം ഉണ്ടായി. അതിൽ 95 കോടി രൂപ നിയമവിരുദ്ധമായി പല വ്യക്തികൾക്കും പാർട്ടികൾക്കും കൊടുത്തു എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുരേഷ് കുമാർ പറഞ്ഞതായി ആദായ നികുതിക്കാർ ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്: സ്ഥാപനത്തിന്റെ ശാന്തമായ നടത്തിപ്പിനായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, പ്രവർത്തകർ, മീഡിയ ഹൗസസ്, തൊഴിലാളി സംഘടനകൾ, പോലീസ് തുടങ്ങിയവർക്ക് കൊടുത്തു. ഒരു പൊതുമേഖലാ സ്ഥാപനം കുഴിച്ചെടുക്കുന്ന ഇൽമിനൈറ്റ് ആണ് ഞങ്ങളുടെ അസംസ്കൃത വിഭവം. അത് തടസ്സമില്ലാതെ കിട്ടുവാൻ ഞങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇക്കാര്യം ആദായ നികുതി വകുപ്പ് പരസ്യമായി പറയുന്നതിന് എത്രയോ കാലം മുമ്പേ PT തോമസ് പരസ്യമായി പറഞ്ഞിരുന്നു. ആരും ഗൗരവമായി എടുത്തില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിത ആക്ഷേപമായി പരിഹസിച്ച് തള്ളി. ആലപ്പുഴയിലെ ജനങ്ങൾക്ക് രൂക്ഷമായ കടലാക്രമണ ഭീഷണി ഉള്ളപ്പോഴും കരിമണൽ ഖനനത്തിനെതിരെ രൂക്ഷമായ ജനകീയ പ്രക്ഷോഭം ഉള്ളപ്പോഴും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും പരസ്യ പിന്തുണ നേടാൻ കർത്തയ്ക്കാകുന്നു. 2012 എടയാറിലെ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് ഉണ്ടാക്കിയ മനുഷ്യച്ചങ്ങലയിൽ അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയും BJP അധ്യക്ഷൻ V മുരളീധരനും കണ്ണികളായിരുന്നു എന്നത് ആരാണ് മറക്കുക? ഇവരെല്ലാം തമ്മിലുള്ള ഈ ചങ്ങാത്തമാണ് വിയർപ്പിന്റെ വില അറിയാതെ ജീവിക്കുവാൻ ഇവരെയെല്ലാം പ്രാപ്തരാക്കുന്നത്. എല്ലാവരും എല്ലാം ഒതുക്കും. ചിലരുടെ കാര്യം വരുമ്പോൾ ചില സമയത്ത് എല്ലാം വലിയ വിവാദമായി ആഘോഷിക്കും. CMRLന് ഖനനാനുമതി നൽകണം എന്നാവശ്യപ്പെട്ട് 2013 സെക്രട്ടേറിയറ്റ് നടയിൽ കോൺഗ്രസിന്റെയും CPMന്റെയും തൊഴിലാളി സംഘടനകൾ സംയുക്ത സമരം നടത്തി. ആ സമരം ഉദ്ഘാടനം ചെയ്തത് സാക്ഷാൽ VS അച്യുതാനന്ദൻ. കൊച്ചിയിലെ അദ്ദേഹത്തിന്റെ വിശ്വസ്തരുടെ നിർബന്ധം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്നും അക്കാലത്ത് പ്രചരണമുണ്ടായിരുന്നു. ശശിധരൻ കർത്തയ്ക്ക് മാധ്യമ സ്ഥാപനങ്ങളിൽ, അതും BJPയുടെ മുഖപത്രമായ ജന്മഭൂമിയിൽ വരെയുള്ള സ്വാധീനത്തെക്കുറിച്ച് മുതിർന്ന മാധ്യമ പ്രവർത്തകനും BJP നേതാവും ഇപ്പോൾ ഗവർണറുടെ പ്രസ് സെക്രട്ടറിയുമായ ഹരി എസ് കർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച അനുസ്മരണമുണ്ട്. 2 വട്ടം ജന്മഭൂമിയിലെ ചീഫ് എഡിറ്റർ പദവി ഹരിക്ക് രാജിവെക്കേണ്ടി വന്നത് അദ്ദേഹത്തെ ഇരുട്ടിൽ നിർത്തി പത്രത്തിലെ മറ്റു പ്രമാണിമാർ ശശിധരൻ കർത്തയെ പിന്താങ്ങി പത്രം നിലപാടെടുത്തതുകൊണ്ടാണ്. ആദ്യം ചീഫ് എഡിറ്റർ അറിയാതെ പത്രത്തിൽ കരിമണലിനു വേണ്ടി മുഖപ്രസംഗം വന്നു. ഹരിക്ക് പദവി രാജിവെച്ച് പുറത്തിറങ്ങേണ്ടി വന്നു. അതായിരുന്നു പത്രത്തിന്റെ ആഭ്യന്തര അവസ്ഥ. കുറെ കാലം കഴിഞ്ഞ് ഹരിയെ പാർട്ടി തിരിച്ചു വിളിച്ചു. ഇക്കുറി 6 വർഷം സേവനം അനുഷ്ഠിച്ചു. അക്കാലത്ത് അദ്ദേഹം തികച്ചും വ്യക്തിപരം എന്ന പങ്ക്തി പത്രത്തിൽ എഴുതിയിരുന്നു. അക്കാലത്താണ് കരിമണൽ കമ്പനിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ നടന്നത്. അന്ന് വ്യവസായ മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടി മക്കയിൽ ഉംറ കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷം പങ്കെടുത്ത ആദ്യത്തെ പരിപാടിയായിരുന്നു ആ ജൂബിലി ആഘോഷം. കുഞ്ഞാലിക്കുട്ടി വല്ലാതെ കമ്പനിയെ പ്രശംസിച്ച് പ്രസംഗിച്ചു. ഹരിയുടെ പങ്ക്തിയിൽ കരിമണൽ ഖനനവും കുഞ്ഞാലിക്കുട്ടിയും നിശിതമായി വിമർശിക്കപ്പെട്ടു. കുഞ്ഞാലിക്കുട്ടിയെ അള്ള രക്ഷിക്കട്ടെ എന്ന ആശംസയോടെ ലേഖനം പൂർത്തിയാക്കി. ഏറെ വായിക്കപ്പെട്ടിരുന്നു ആ പ്രതിവാര പങ്ക്തിയും. പത്രാധിപ പദവിയും ഉപേക്ഷിച്ച് ഹരിക്ക് വീണ്ടും പടിയിറങ്ങേണ്ടി വന്നു. ഹരി കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈശ്വരൻ തെറ്റ് ചെയ്താൽ പോലും അത് റിപ്പോർട്ട് ചെയ്യണം എന്ന് പണ്ടാരോ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
ഇന്നിപ്പോൾ അങ്ങനെ വല്ല വാശിയും ആരെങ്കിലും വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ വീടിനുള്ളിൽ കഴിഞ്ഞുകൂടുകയേ വഴിയുള്ളൂ. ഈശ്വരൻ ചിലപ്പോൾ ക്ഷമിക്കും, ചെകുത്താന്മാർ ഒരിക്കലും ഓർക്കില്ല, മറക്കില്ല. ഹരിയുടെ കണ്ണീരിന്റെ നനവുള്ള കുറിപ്പാണിത്. അതായത് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയുള്ള ഒരു നേതാവും പ്രസ്ഥാനവും ഉണ്ടെന്ന് കരുതാൻ വയ്യ. മാത്യു കുഴൽനാടൻ യുദ്ധം തുടരും എന്ന് പറയുമ്പോഴും കുഴൽനാടൻ തന്നെ എല്ലാം അവസാനിപ്പിക്കുന്നതിനുള്ള സൂചനകളാണ് നൽകിയത്. കുഴൽനാടന് പാർട്ടി എല്ലാ പിന്തുണയും പരസ്യമായി പ്രഖ്യാപിച്ചു എന്നത് സത്യം. പക്ഷെ ആത്മാർത്ഥമായി അതുണ്ടാകുമോ? ബാർക്കോഴ കേസിൽ മാണിക്ക് കൊടുത്ത പിന്തുണ പോലെയാവില്ലേ അത്? കുഴൽനാടൻ ചിന്നക്കനാലിലെ തന്റെ കച്ചവടത്തെ ന്യായീകരിക്കുന്നതിന് നൽകിയ വിശദീകരണത്തിലെ സത്യവും മിഥ്യയും ജനത്തിന് മനസ്സിലാവും. ഓരോ പ്രദേശത്തും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മതിപ്പ് വിലയ്ക്ക് ഭൂമി വാങ്ങിയാൽ നിയമപരമായി ശരിയായിരിക്കും. പക്ഷേ അതാവുമോ ആ പ്രദേശത്തെ യഥാർത്ഥ വില? CPM ഉന്നയിക്കുന്നതനുസരിച്ച് ആധാരത്തിൽ കാണിച്ചിരിക്കുന്നതിന്റെ ഇരട്ടി വില അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത രേഖയിൽ ഉണ്ടോ? ചിന്നക്കനാൽ പോലുള്ള സ്ഥലത്ത് സർക്കാർ നിശ്ചയിച്ച മതിപ്പ് വിലയ്ക്ക് സ്ഥലം കിട്ടുമോ എന്ന ചോദ്യമുണ്ട്. സത്യം ജനങ്ങൾക്കറിയില്ലേ? പക്ഷെ നിയമപരമായി കുഴൽനാടന് കുഴപ്പമില്ലായിരിക്കും. ചിന്നക്കനാലിൽ സ്ഥിര താമസക്കാരനെന്നും വീട് പണിയാനാണ് അദ്ദേഹം അനുമതി വാങ്ങിയതെന്നുമുള്ള ആരോപണങ്ങളെ കുറിച്ചെല്ലാം ഇനിയും പലതും പുറത്തുവരാൻ കാണും. വീണ്ടും ഒരു വട്ടം കൂടി കാണാം എന്ന് പറഞ്ഞാണ് കുഴൽനാടൻ പത്രസമ്മേളനം അവസാനിപ്പിച്ചത്. അതുണ്ടാകേണ്ടി വരുമോ? പാർട്ടിയോട് ആലോചിക്കാതെയാണ് താൻ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചതെന്നും ഇനിയുള്ള നീക്കങ്ങൾ പാർട്ടിയോട് ചോദിച്ച് ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നതിന്റെ അർത്ഥം മറ്റെന്താണ്? കേറിമറിഞ്ഞാൽ ഞാറുവാലി എന്ന സത്യം കുഴൽനാടനും അറിയാം. ഓന്തോടിയാൽ വേലിയോളം എന്ന് കരിമണൽക്കാർക്കും അറിയാം. കുഴൽനാടനെതിരെ ആരോപണവുമായി വന്ന സഖാക്കൾക്കും തട്ടിപ്പ് ഇല്ലാതാക്കണം എന്ന വാശിയൊന്നും ഇല്ലല്ലോ. അമേരിക്കൻ പ്രസിഡന്റിന് എതിരെ വരെ ആരോപണം കൊണ്ടുവരുന്ന ആളല്ലേ എന്ന ആമുഖത്തോടെയാണ് അവർ ബോംബ് പൊട്ടിച്ചത് എന്നത് തന്നെ ആത്മാർത്ഥതയുടെ അടയാളമല്ലേ? അല്ലെങ്കിൽ മൂവാറ്റുപുഴ MLA ഭൂമി ഇടപാട് വിവരം ഇന്നലെയാണോ ഇവർ അറിഞ്ഞത്? വീണ സംഭവം നിയമസഭയിൽ ഉന്നയിക്കുന്നത് വരെ അവർ കാത്തിരുന്നു. ഇത്തരം എത്രയോ സംഭവങ്ങളാവും ഓരോരുത്തരെ കുറിച്ചും സൂക്ഷിക്കപ്പെടുന്നത്, തങ്ങളെ തൊട്ടാൽ മാത്രം പുറത്തുവിടാൻ. ഇവർ തമ്മിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന പരസ്പര എതിർപ്പുകളൊന്നും തട്ടിപ്പ് നടത്തുന്നതിലും അതിലെ പ്രതികളെ പിടിക്കുന്നതിൽ പോലും ആരും പ്രകടമാക്കാറില്ല. അതുകൊണ്ട് ആർക്കും ഒന്നിനെയും ഭയപ്പെടേണ്ട. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ അമിത്ഷാ കാണിക്കുന്ന ആത്മാർത്ഥത നല്ലതാണ്. പണ്ട് തമിഴ്നാട്ടിൽ DMK സർക്കാരുകൾ തമ്മിലും ഈ വാശി കാണിച്ചിരുന്നു. കരുണാനിധിയെ ജയലളിതയും ജയലളിതയെ കരുണാനിധിയും പിടികൂടിയിരുന്നു. അവരൻ നടത്തിയ അഴിമതികൾ പുറത്തു കൊണ്ടുവരാനും പ്രതികളെ ശിക്ഷിക്കുവാനും കർശനമായ നടപടികൾ കൈക്കൊണ്ടു. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ അന്വേഷണം നടത്തി. ഒന്നും ഉണ്ടായില്ല. അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച കൊടകരയിൽ വെച്ച്, കൃത്യമായി പറഞ്ഞാൽ ചാലക്കുടി മേൽപ്പാലത്തിൽ വെച്ച് ഒരു കാർ തടഞ്ഞു നിർത്തി അതിലുണ്ടായിരുന്ന പണം പിടിച്ചെടുത്തു. 2021 ഏപ്രിൽ ആദ്യവാരത്തിലായിരുന്നു സംഭവം. കാർ ഓടിച്ചിരുന്ന ഷംസീർ സംസുദ്ദീൻ പോലീസിൽ പരാതിപ്പെട്ടു. 25 ലക്ഷം രൂപ കവർന്നെന്നായിരുന്നു പരാതി. കേരളത്തിലെ പിണറായി സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അന്വേഷിച്ചു. 25 ലക്ഷമല്ല, 3.5 കോടി രൂപ വാഹനത്തിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്തി. ഹവാല പണമായിരുന്നുവെന്നും കണ്ടെത്തി. കർണാടകത്തിലുള്ള ഒരു ധർമ്മജൻ കേരളത്തിലെ BJPക്ക് തെരഞ്ഞെടുപ്പ് ചെലവിന് കൊടുത്തുവിട്ട പണമായിരുന്നുവെന്നും കണ്ടെത്തി. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കേസിൽ 7ാം പ്രതിയായിരുന്നു. മൊത്തം 22 പ്രതികൾ, 219 സാക്ഷികൾ. വലിയ ആവേശമായിരുന്നു. കേരളത്തിലെ ഇന്ത്യക്കാർക്ക് മനസാക്ഷിക്കടി ഇല്ലാതെ ഒന്നിച്ചു നിൽക്കാവുന്ന സംഭവം. പക്ഷേ എല്ലാം തേഞ്ഞു മാഞ്ഞുപോയി. തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ആരാണ് കള്ളപ്പണം ഉപയോഗിക്കാത്തത് എന്നാവും ന്യായീകരണം. പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഹരി എസ് കർത്ത കുറിച്ചതല്ലേ ഇന്നത്തെ സാമൂഹിക യാഥാർത്ഥ്യം. കുഴൽനാടൻ പാർട്ടി പറയുന്നതിനനുസരിച്ച് വരുന്നതോടെ അദ്ദേഹത്തിനെതിരായ നീക്കങ്ങൾ മന്ദീഭവിക്കും. വിജിലൻസുകാർ അന്വേഷണം നടത്താം. അതിനുള്ള പരാതികളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ചിലപ്പോൾ കുറെ രേഖകൾ പിടിച്ചുകൊണ്ടുപോകാം. കുഴൽനാടൻ മുന്നോട്ട് പോകാതിരുന്നാൽ അവിടം കൊണ്ട് എല്ലാം തീരും. വീണയുടെ ആദായ നികുതി കണക്കുകൾ പരസ്യമാക്കുമോ എന്ന ചോദ്യത്തിന് മൗനമാവും ഉത്തരം. ഇടത് നേതാവ് തോമസ് ഐസക്കിന് തന്റെ കണക്കുകൾ പരിശോധിക്കാം എന്ന കുഴൽനാടന്റെ വെല്ലുവിളിയും അങ്ങനെ തന്നെ കിടക്കും.
കർത്തയുടെ കമ്പനി വീണയ്ക്ക് 55 ലക്ഷം രൂപയും എക്സാലോജിക് കമ്പനിക്ക് 1.17 കോടി രൂപയും കൊടുത്തെന്നാണ് ആദായ നികുതിക്കാരോട് പറഞ്ഞത്. ഒരു പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം മൂലമാണ് വീണയ്ക്ക് ഇങ്ങനെ കൊടുത്തത് എന്നാണ് ആദായ നികുതി വകുപ്പ് പുറത്തുവിട്ടതായി വരുന്ന വാർത്ത. ആ പ്രമുഖ വ്യക്തി ആരാന്ന് ആർക്കാണ് അറിയാത്തത്? അതിലൊക്കെ രാഷ്ട്രീയം ഉണ്ടാവും എന്ന് തീർച്ചയാണ്. ബാർക്കോഴ കേസ് അന്വേഷിച്ചിരുന്ന കാലത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ പുറത്തുവിട്ടിരുന്ന വാർത്തകൾ ഓർമ്മയില്ലേ? എന്തായിരുന്നു അതിന്റെ ലക്ഷ്യങ്ങൾ? കുറ്റാരോപിതനെ സമൂഹത്തിൽ ചീത്തയാക്കുക. അതുകൊണ്ട് തന്നെ മൗനത്തിനും ഒരു ന്യായീകരണമുണ്ട്. വീണയ്ക്ക് കിട്ടിയ പണത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട കളമശ്ശേരിക്കാരൻ ഗിരീഷ് ബാബു വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് എക്സാലോജിക്. കേരള വിജിലൻസിന് കർണാടകത്തിൽ എന്ത് അധികാരം? ഇനി അഥവാ ഇല്ലെങ്കിൽ തന്നെ ലൈഫ് മിഷന്റെ ഫയലുകൾ ഇഡിക്ക് കൊടുക്കാതെ തട്ടിക്കൊണ്ടുപോയതുപോലെ കൊണ്ടുപോകുന്നതിന് ഒരു വഴിയാവില്ലേ ഈ പരാതി? ഏതായാലും കുഴൽനാടനെതിരായ പരാതി പോലെയാകില്ല വീണയ്ക്കെതിരായ പരാതി. 2014 1 ലക്ഷം രൂപ മൂലധനവുമായി ആരംഭിച്ച വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് 10 കൊല്ലം കൊണ്ടാണ് 100 കോടി രൂപയോട് അടുത്തുള്ള ടേൺ ഓവറുള്ള കമ്പനിയായത്. ഇന്ത്യൻ വ്യവസായ രംഗത്ത് നിലവിലുള്ള സാധ്യതകളെ തന്ത്രപരമായി പ്രയോജനപ്പെടുത്തിയത് കൊണ്ടാവാം എന്നത് വാസ്തവമാണ്. CMRL അന്തരീക്ഷം അനുകൂലമാക്കുവാൻ 95 കോടി മുടക്കിയതുപോലെ വേറൊരു മാർഗം. മുഖ്യമന്ത്രിയോടൊപ്പം സ്വന്തം ചിലവിൽ യാത്ര ചെയ്യുന്നതും മുഖ്യമന്ത്രി ബന്ധപ്പെടുന്നവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതുമൊക്കെ ഇക്കാലത്തെ ബിസിനസ് തന്ത്രമല്ലേ? അംബാനിയും മറ്റും പ്രധാനമന്ത്രിക്കൊപ്പം നടത്തുന്ന യാത്രകൾ പോലെ ഒന്ന്. അംബാനി പ്രധാനമന്ത്രിയുടെ മകനോ മകളോ ഒന്നും അല്ല എന്ന ന്യായം അവർക്കുണ്ടാവാം. എന്നിട്ടും ആ യാത്രകളെ കുറ്റപ്പെടുത്തുന്നവർ ഇത്തരം യാത്രകൾ നടത്തുന്നതാണ് അമ്പരപ്പിക്കുന്നത്. CPMന്റെ മുഖ്യമന്ത്രി ഇത്തരം പ്രവൃത്തികൾ ചെയ്യാമോ എന്ന ചോദ്യത്തിന് എന്തുത്തരം പറയും? കോവിഡ് കാലത്ത് സ്പ്രിംഗ്ലർ ഇടപാട് നടന്നതിലും ഇത്തരം ഒരു മണം അനുഭവപ്പെട്ടിരുന്നു. ആരും അറിയാത്ത എത്രയോ ഇടപാടുകൾ ഇനി വേറെ ഉണ്ടാവും. മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവിന്റെ കമ്പനിയും നിർമ്മിത ബുദ്ധി K-ഫോൺ പരിപാടികളും തമ്മിലുള്ള ബന്ധവും CPMന് ന്യായമായി. പകച്ചു പോകാനല്ലാതെ ജനം എന്തു ചെയ്യാൻ? വീണയുടെ അച്ഛൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഭർത്താവ് മരാമത്ത് മന്ത്രിയും ആയിരിക്കുന്ന അവസ്ഥ KMRLകാരെ പോലുള്ള കമ്പനിക്കാർ പ്രയോജനപ്പെടുത്തുന്നതല്ലേ ഇക്കാലത്തെ വ്യവസായ രീതി? പിണറായിയോ റിയാസോ നേരിട്ട് എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്യാതെ വ്യവസായികൾക്ക് ഈ ബന്ധത്തെ പ്രയോജനപ്പെടുത്താനാവും. കോൺഗ്രസിലെ എത്രയോ നേതാക്കളുടെ മക്കൾ ഇത്തരം വ്യവസായങ്ങൾ നടത്തുന്നു, നേട്ടങ്ങൾ കൊയ്യുന്നു. ഒരു മുൻ കേന്ദ്രമന്ത്രിയുടെ ഭാര്യ വരച്ച ചിത്രങ്ങൾ എയർ ഇന്ത്യ വൻ വില കൊടുത്ത് വാങ്ങിയത് അദ്ദേഹം പറഞ്ഞിട്ടല്ലോ. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും അതിലൂടെ മുഖ്യമന്ത്രിക്കെതിരെയും ഉയർന്ന ആരോപണത്തെ ന്യായീകരിക്കുവാൻ CPM സംസ്ഥാന സെക്രട്ടറി നേരിട്ടിറങ്ങി. 2 കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ ഇടപാടായി അവർ ചിത്രീകരിച്ചു നോക്കി. ഫലത്തിൽ കരിമണൽ കമ്പനിയെ കൂടി ന്യായീകരിക്കുകയായി അവർ. ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ പാവം പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പലരും കരുണാകരന്റെ കാലത്തെ പാവം പയ്യനെ കുറിച്ച് ഓർത്തു. മുഖ്യമന്ത്രിക്കൊപ്പം പാവം പയ്യൻ ആന്റോ യാത്ര ചെയ്തതിനെ വലിയ വിവാദമാക്കിയവരാണ് CPMകാർ. വീണയ്ക്ക് കിട്ടിയ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയെ വല്ലാതെ ന്യായീകരിക്കുവാൻ CPM നിർബന്ധിതമാകുന്നത് അദ്ദേഹത്തിന് പാർട്ടിയിലും ഭരണത്തിലുമുള്ള ആധിപത്യത്തിന്റെ അടയാളമാണ്. അധികാരം അപജയിക്കും, ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരം അതിഹീനമായി അപജയിക്കും എന്ന പ്രമാണം ഓർക്കുന്നത് നന്ന്. പണ്ട് കോടിയേരിയുടെ മക്കൾ ആരോപണ വിധേയരായപ്പോൾ അദ്ദേഹത്തിന് പദവിയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നത് ഒന്നും ആരും ഇപ്പോൾ വന്യഭാവനയിൽ പോലും കാണുന്നുമില്ല. രാഷ്ട്രീയ നേതാക്കൾക്ക് വ്യവസായികളിൽ നിന്നും സംഭാവന വാങ്ങേണ്ടി വരും. കരിമണൽ കർത്തയുടെ ലിസ്റ്റിൽ പല പ്രമുഖ നേതാക്കളും ഉണ്ടെന്ന വിവരം പുറത്തു വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു, അത് ഇന്നത്തെ സാമൂഹിക സത്യമാണ്. ഇത്രയും പണച്ചിലവുള്ള രാഷ്ട്രീയ കളിക്കല്ലാതെ ആർക്കാണ് സാധിക്കുക? എന്നാൽ ഇങ്ങനെ കിട്ടുന്ന പണത്തിന് പലപ്പോഴും കണക്ക് കാണില്ല എന്നതും സത്യമാണ്. അതിനാരും നിർബന്ധിക്കാറുമില്ല. അല്ലെങ്കിൽ ആ വരുമാന കണക്കും ചെലവാക്കിയ കണക്കും പാർട്ടിയുടെ അക്കൗണ്ടിൽ നിന്നും കാണിച്ചാൽ പോരെ. പണം വാങ്ങിയവർക്ക് വേറെ വിശദീകരണമൊന്നും കൊടുക്കണ്ടല്ലോ. കൈതോലപ്പായയിലൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരുന്ന പണത്തിന് കൃത്യമായ വിവരം ഒന്നും എവിടെയും കാണില്ല. ഇങ്ങനെ കിട്ടുന്ന കുറെ പാർട്ടിക്ക് വേണ്ടി ചെലവാക്കും, കണക്കില്ലാതെ തന്നെ. കുറെ പണം കൂടെയുള്ള പാണന്മാർക്കും കിട്ടും. അവർക്ക് സ്തുതിപാടി നടക്കാനുള്ളതല്ലേ.
പാർട്ടി ആവശ്യത്തിനോ പൊതുപ്രവർത്തനത്തിനോ അല്ലാതെ സ്വന്തം കാര്യങ്ങൾക്കായും ഇത്തരം പണം എല്ലാ നേതാക്കന്മാരും ഉപയോഗിക്കും എന്നതുകൊണ്ടല്ലേ ഇവർക്കെല്ലാം നിയമപരമായ പ്രത്യേക വരുമാനങ്ങൾ ഒന്നും ഇല്ലെങ്കിലും ഇത്ര സമ്പത്ത് ഉണ്ടാകുന്നതും അവർ ആഡംബര ജീവിതം നയിക്കുന്നതും. വിയർപ്പിന്റെ വില അവർ അറിയാതെ പോകുന്നതും അതുകൊണ്ടല്ലേ. ഇങ്ങനെ പണം വാങ്ങുന്നതും കമ്മീഷൻ പറ്റുന്നതും ഒന്നും ഇന്നത്തെ സമൂഹത്തിൽ തെറ്റാണോ? അല്ലെങ്കിലും ഇവരെല്ലാം തമ്മിൽ പരസ്പരം തട്ടിപ്പ് നടത്താൻ പരസ്പരം സഹായിക്കുന്നു എന്നും പൊതുപ്രവർത്തകരിൽ ചിലരും അവരുടെ മക്കളും വാങ്ങുന്നത് മാത്രം തെറ്റായി ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ട്. അക്കൂട്ടത്തിൽ ആക്രമിക്കപ്പെടുന്ന ഒരു നേതാവാണ് പിണറായി. പണ്ട് KM മാണിയോടും ഇതേ സമീപനമായിരുന്നു. ബാർ മുതലാളിമാർ 10 കോടി രൂപ പിരിച്ചതിൽ 1 കോടി മാണിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് വൻ വിവാദമാക്കി. ബാക്കി 9 കോടി ആർക്ക് കൊടുത്തു എന്ന് ചോദിച്ചില്ല. ചിലരെ വളഞ്ഞിട്ട് തല്ലുന്നതിൽ മാധ്യമങ്ങൾക്കും അവരുടെ വിചാരണക്കാർക്കും കൃത്യമായ ലക്ഷ്യമുണ്ട്. കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നവരും ഒപ്പം നിന്ന് വായ്ത്താരി മുഴക്കുന്നവർ പോലും പലപ്പോഴും ഹൃദയം കൊണ്ട് മറുപക്ഷത്താവുന്നതും കേരളത്തിലെ കൗതുകകരമായ സമകാലീന കാഴ്ചയാണ്. ചിലരോട് മാത്രം കാണിക്കുന്ന ഇത്തരം ഇരട്ടത്താപ്പുകളാണ് ചിലരെ കടുത്ത മാധ്യമ വിരോധികളാക്കി മാറ്റുന്നത്. കുഴൽനാടൻ തുറന്നുവിട്ട ഭൂതവും ഗതി കിട്ടാതെ അലയാനാണ് സാധ്യത. എന്നാൽ അദ്ദേഹം നടത്തിയ വിയർപ്പിന്റെ വില അറിയാത്തവർ എന്ന നിരീക്ഷണം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും തൊഴിലാളി സംഘടനാ നേതാക്കൾക്കും എല്ലാം ചേരുന്ന നല്ല തൊപ്പിയായിട്ടുണ്ട്. അതിൽ അവർക്ക് ലജ്ജയൊന്നും തോന്നുന്നില്ല എന്നതാണ് പൊതുജനത്തിന് അനുഭവിക്കേണ്ടി വരുന്ന ശാപം. ഈ പശ്ചാത്തലത്തിലാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇടത് സർക്കാരിന്റെ വിലയിരുത്തലാവും തെരഞ്ഞെടുപ്പ് എന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാവരും പറയുന്നുണ്ട്. തൃക്കാക്കരയിലും അങ്ങനെ പറഞ്ഞാണ് പ്രചരണം നടത്തിയത്. അവിടെ ഇടതുമുന്നണി തോറ്റു തൊപ്പിയിട്ടപ്പോൾ ഞങ്ങൾക്ക് തെറ്റി എന്നൊന്നും ആരും പറഞ്ഞില്ല. എന്തെങ്കിലും തിരുത്തിയതായും അറിയില്ല. വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ഇടതുമുന്നണിക്കാർ വെല്ലുവിളിക്കുകയാണ്. മലബാറിലെല്ലാം വലിയ വികസനമായി എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. എന്താണ് അവിടുത്തെ വികസനം എന്ന് പറയുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICUവിൽ നടന്ന പീഡന കേസിലെ പ്രതികളായ സഖാക്കളെ രക്ഷിക്കുവാൻ നടക്കുന്ന നീക്കങ്ങളും ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയ്ക്കു ശേഷം ഉദരത്തിൽ കത്രികയുമായി വീട്ടിലേക്ക് മടങ്ങിയ ഹർഷിനയുടെ സമരവും എല്ലാം ജനങ്ങളുടെ മനസ്സിൽ നിറയുന്നുണ്ട്. ഹർഷിനയുടെ കേസിലും ഉത്തരവാദികളായവർക്കെതിരെ നടപടിയോ അവർക്ക് മതിയായ നഷ്ടപരിഹാരമോ കൊടുക്കുന്നില്ല. വികസനം എന്തായാലും നാട് ഭീകരമായ വിലക്കയറ്റത്തിന്റെ പിടിയിലാണ് എന്ന് ജനം അറിയുന്നു. കാർഷിക ദിനമായ ചിങ്ങം 1 സർക്കാർ കൊടുക്കുവാനുള്ള പണം പോലും കിട്ടാത്തതിന് കർഷകർ കരിദിനമായി ആചരിക്കുകയാണ്. കിലോയ്ക്ക് 10 രൂപയ്ക്ക് കിട്ടിയിരുന്ന തക്കാളിയുടെ വില 120 രൂപയിൽ നിന്നും 60 രൂപയായതാണ് സർക്കാരിന്റെ നേട്ടം. പൊതുവിപണിയിൽ നിന്ന് പോലും സർക്കാർ പിൻവാങ്ങി. ഓണക്കാലത്തേക്ക് അഥവാ കുറെ സാധനങ്ങൾ എത്തിച്ചാലും എത്ര കാലം ഒന്നും ഇല്ലാതിരുന്ന ശേഷമാണ് അത് സംഭവിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. ഓണത്തിന് ശേഷം സ്ഥിതി മോശമാകും എന്ന് ധനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. KSRTC ജീവനക്കാർക്ക് ജൂലൈയിലെ ശമ്പളം ഓണത്തിന് മുമ്പ് കൊടുക്കുമെന്നാണ് പറയുന്നത്. പണ്ടൊക്കെയാണെങ്കിൽ ഓഗസ്റ്റിലെ ശമ്പളവും ബോണസും ഒക്കെ കിട്ടുമായിരുന്നു. അന്ന് തൊഴിലാളികളെ നയിച്ച നേതാക്കന്മാർ ഇപ്പോൾ മിണ്ടുന്നില്ല. അക്കൂട്ടത്തിൽ സർക്കാർ കോർപ്പറേഷൻ ബസ്സുകളിൽ കുറെ കൂട്ടർ കൂടി സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു. സർക്കാർ പ്രഖ്യാപിക്കുന്ന സൗജന്യങ്ങളുടെ പണം സർക്കാർ വേറെ കൊടുക്കേണ്ടതല്ലേ? കോർപ്പറേഷൻ നഷ്ടത്തിലാകുന്നതിന് ജോലിക്കാർ എന്തു പിഴച്ചു എന്ന ചോദ്യം കൂടുതൽ പ്രസക്തമാകുന്നു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വോട്ട് തേടി എല്ലാ സമുദായ നേതാക്കളെയും കണ്ടു. അവരാരും വർഗീയവാദികളല്ലെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. വോട്ടെടുപ്പ് നടക്കുന്ന സെപ്റ്റംബർ 5 ശേഷവും ഇത് തന്നെ പറയുമോ എന്ന K മുരളീധരന്റെ ചോദ്യം പ്രസക്തമാണ്. കൊച്ചിയിലെ പോലെ മന്ത്രിമാരെയും മറ്റു പ്രമുഖരെയും ആഡംബരത്തോടെ ഇറക്കി കൊഴുപ്പ് കാണിക്കുന്നതിന് ഇടതുമുന്നണി നോക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ വികാരപരമായ പല തെറ്റുതിരുത്തലുകളും നടത്തുന്നുണ്ട്. തലസ്ഥാനത്ത് നടന്ന നാമജപ ഘോഷയാത്രകൾക്കെതിരെ എടുത്ത പോലീസ് കേസ് പിൻവലിക്കാൻ പോവുകയാണ്. ഈ നടപടി ശരിക്കും കുറ്റസമ്മതമല്ലേ? ആ കേസ് വേണ്ടിയിരുന്നില്ല എന്നല്ലേ ഈ നടപടി തെളിയിക്കുന്നത്? വോട്ടുള്ളവർക്കെതിരെ എടുത്തിരിക്കുന്ന പല കള്ളക്കേസുകളും ഇങ്ങനെ ഭാവിയിലും പിൻവലിക്കപ്പെടാം. NSS ചോദിച്ചിട്ടാണ് കേസ് പിൻവലിക്കുന്നതെന്ന് ഇടതുമുന്നണി കൺവീനർ പറഞ്ഞു. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും. സ്പീക്കർ ഷംസീർ ഗണപതി നിന്നയ്ക്ക് മാപ്പ് പറയണം എന്നാണ് സുകുമാരൻ നായരുടെ ഉറച്ച നിലപാട്. ഇതിനിടയിൽ പ്രഖ്യാപിക്കപ്പെട്ട കൗതുകകരമായ മറ്റൊരു നടപടി
ഇടതു നേതാവ് അനന്തഗോപൻ നയിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചിങ്ങം 1-ന് കേരളത്തിലെ ക്ഷേത്രങ്ങളിലാകെ നടത്തണമെന്ന് ഉത്തരവിട്ടിരിക്കുന്ന ഗണപതി ഹോമമാണ്. തിരഞ്ഞെടുപ്പ് വിജയത്തിനായി BJP നാട്ടിലാകെ ഹോമങ്ങൾ നടത്താറുണ്ട്. ഇക്കുറിയും ഓഗസ്റ്റ് 15-ന് അവർ വലിയ ഹോമങ്ങൾ നടത്തിയതായി വാർത്തയുണ്ട്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനും പൂജ ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് പോരാട്ടത്തെ ആത്മീയ പോരാട്ടമായി കൂടി കാണുകയാണ് അവർ എന്ന് പണ്ടേ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ഈ മാനം തിരിച്ചറിഞ്ഞ ചില ജ്യോതിഷികളുടെ ഉപദേശപ്രകാരമാണ് കേരളത്തിലും ഗണപതി ഹോമം ഔദ്യോഗികമായി നടത്തുന്നത് എന്ന് ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. ശബരിമല ഒഴികെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രത്തിലും മലയാള വർഷം 1-ാം ദിവസമായ ചിങ്ങം 1-ന്, അതായത് ഓഗസ്റ്റ് 17-നും, ഗണപതിയുടെ പിറന്നാൾ ദിനമായ വിനായക ചതുർത്ഥിയായ ഓഗസ്റ്റ് 20-നും ഗണപതി ഹോമം നടത്തണം എന്നാണ് ബോർഡ് ഉത്തരവായിരിക്കുന്നത്. ആദ്യ ഹോമം വ്യാഴാഴ്ച കേരളത്തിലാകെ നടന്നു. ദേവസ്വം ബോർഡിന് കീഴിൽ 1254 ക്ഷേത്രങ്ങളാണ് ഉള്ളത്. ഈ ക്ഷേത്രങ്ങളിൽ നേരത്തെയും ഗണപതി ഹോമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ബോർഡ് ഇത്തരം ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നത് ആദ്യമാണ്. ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ഹോമം നടന്നുവോ എന്ന് പരിശോധനയും നടത്തും. അതായത് ഉത്തരവ് വളരെ കർശനമായി നടപ്പാക്കുവാനാണ് ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനർത്ഥം സ്പീക്കറുടെ ഗണപതി പരാമർശം സർക്കാരിന് വലിയ ദുരന്തമാകും എന്ന ഭീതി സർക്കാരിനെ കീഴടക്കിയിരിക്കുന്നു എന്നാണ്. ഹൈന്ദവ വിശ്വാസികൾക്ക് സർക്കാരിന്റെ ഈ മനംമാറ്റം വലിയ സൂചനയാണ്. പക്ഷേ ഇതുവരെ ഇടതുപക്ഷം പ്രീണിപ്പിക്കാൻ നോക്കിയിരുന്ന ചില വിഭാഗങ്ങൾ സംശയിച്ചു തുടങ്ങാനും കാരണമായിട്ടുണ്ട്. എറണാകുളം മഹാരാജാസിലെ അധ്യാപകനായ പ്രിയൂഷിനോട് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ കാണിച്ച നിന്ദ്യമായ പ്രവൃത്തി ഒരു ന്യായീകരണവും അർഹിക്കാത്തതാണ്. കാഴ്ചപരിമിതിയുള്ള അധ്യാപകനോട് അവർ കാണിച്ച വികൃതികളും അത് ഫോണിൽ പകർത്തി നാട്ടിലാകെ പ്രചരിപ്പിച്ചതും നമ്മുടെ കുട്ടികളിൽ വളർന്നു വരുന്ന അസുരഭാവത്തിന്റെ ഭീകരമായ അടയാളമാണ്. സാധാരണ ഗുരുനിന്ദകൾക്കുള്ള കുപ്രസിദ്ധി SFIക്കാർക്കാണെങ്കിൽ ഇക്കുറി കിരീടം KSUവിനാണ്. അതുകൊണ്ട് പോലീസ് നടപടികളിൽ വീഴ്ച വരുത്താനിടയില്ല. ഗുരുത്വം ഇല്ലാത്തവരുടെ കാലത്തിലായി കേരളം. ഗുരുവേ മാപ്പ്. ഇത്തരം മനസ്സുകൾക്ക് വലിയ മാനസാന്തരം ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുകയും പ്രായശ്ചിത്ത പ്രവർത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്യാം. ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.